എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഇതിനോടകം വാർത്തകളിലും ഒക്കെയായി വായിച്ചറിഞ്ഞതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂർ സ്വദേശി അർഷദിന്റെ മരണം അരും കൊലയാണ്, കൊലപാതകമാണെന്ന്. കൊലപാതകി രണ്ടാം അച്ഛനാണെന്നും നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ കേസിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിയെ മാത്രമല്ല കൊലപാതകി കൊന്നത്, കുട്ടിയോടൊപ്പം മറ്റു ചില ദുരൂഹ മരണങ്ങളും കൂടി സംഭവിച്ചിരിക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം. അഖിലയുടെ കൂട്ടുകാരിയുടെ മരണം, ആദ്യ ഭർത്താവ് അഖില ആത്മഹത്യ, ആദ്യ ഭാര്യയുടെ സഹോദരന്റെ മുങ്ങിമരണം, അഷ്കറിനെതിരെ കുരുക്ക് തന്നെ. പനവൂർ കരിക്കുഴിയിൽ 1.5 വയസ്സുകാരൻ അർഷദ് കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ രണ്ടാനച്ഛൻ അഷ്കറിന്റെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചു പോലീസ് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് പനവൂരിൽ 1.5 വയസ്സുള്ള കുഞ്ഞ് മരണമടഞ്ഞത് അരും കൊലയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ അടിച്ചു കൊന്ന രണ്ടാനച്ഛനും അമ്മയും അറസ്റ്റിലായി. നെടുമങ്ങാട് പനവൂർ കരിക്കുഴി നെല്ലിക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിലയുടെ മകൻ അർഷദാണ് കൊല്ലപ്പെട്ടത്. 1.5 വയസ്സുള്ള കുട്ടിയാണ്. അഖിലയുടെ രണ്ടാം ഭർത്താവ് അഷ്കറാണ് കൊലയാളി. ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയെന്ന വ്യാജേന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അഷ്കർ കുഞ്ഞിനെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുഞ്ഞ് അല്പസമയത്തിനകം മരണമടയുകയും ചെയ്തു. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുഞ്ഞിന്റെ ദേഹമാസകലം മുറിവുകളും കണ്ടെത്തി. തലയുടെ പിൻഭാഗത്ത് ക്ഷതമേറ്റതിൻ്റെയും പാദങ്ങളിലും കൈകളിലും മുതുകിലും പൊള്ളലേൽപ്പിച്ചതിൻ്റെയും പാടുകളും ഉണ്ടായിരുന്നു. നർത്തകിയായ അഖില, അതായത് കുട്ടിയുടെ അമ്മ, കുറച്ചു നാളായി തമിഴ്നാട്ടിലായിരുന്നു. സംഭവ ദിവസം കുഞ്ഞും അഷ്കറും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അഷ്കർ കുഞ്ഞിനെ നിരന്തരം ശാരീരിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നു. കുഞ്ഞിന്റെ ദേഹത്താകെ മുറിവുകളാണ്. ഇത് ഉരുണ്ടു വീണതും തീയിൽ കളിച്ചതും ഒക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്നാണ് അഷ്കർ അയൽവാസികളോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മരണവിവരം അറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയ കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് അഷ്കറിനെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഖിലയെ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് ചോദ്യം ചെയ്യലിൽ തന്നെ അഷ്കർ സമ്മതിച്ചു. പനവൂർ വെങ്കിട്ടക്കവല സ്വദേശിനിയാണ് അഖില. പാലയോട് സ്വദേശി അഖിലാണ് ആദ്യ ഭർത്താവ്. 1 വർഷം മുമ്പ് അഖിൽ ആത്മഹത്യ ചെയ്തു. ഇതിനുശേഷമാണ് അഷ്കറെ കൂടെ കൂട്ടിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അഖിലിന്റെ അച്ഛൻ സുനിൽകുമാർ ഏറ്റുവാങ്ങി. നന്ദിയോട് പച്ചയിലുള്ള വീട്ടുവളപ്പിൽ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. തലയ്ക്കടിയേറ്റ് കുഴഞ്ഞു വീണു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കരഞ്ഞ് നിർബന്ധം പിടിച്ച കുഞ്ഞിനെ തലയ്ക്ക് പിന്നിൽ അഷ്കർ ശക്തിയായി അടിച്ചു. കുഞ്ഞ് കുഴഞ്ഞു വീണതോടെ എടുത്ത് കട്ടിലിൽ കിടത്തി. ഇതിനിടെ കുഞ്ഞ് ഛർദ്ദിച്ചു. ശബ്ദം കേട്ട അയൽവാസികൾ ഓടിയെത്തി. ആഹാരം തൊണ്ടയിൽ കുടുങ്ങി എന്നാണ് അഷ്കർ അവരോട് പറഞ്ഞത്. അയൽവാസികളുടെ നിർബന്ധത്തിലാണ് ആംബുലൻസ് വിളിച്ച് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കുഞ്ഞിനെ ഉയരത്തിൽ നിന്ന് തള്ളിയിട്ട് 2 കൈകളും ഒടിച്ചതായും ലൈറ്റർ ഉപയോഗിച്ച് ദേഹമാസകലം പൊള്ളിച്ചതായും വടികൊണ്ട് നിരന്തരം മർദ്ദിച്ചിരുന്നതായും അഷ്കർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് ചുള്ളാളം സ്വദേശിയായ ഇയാൾ ഡ്രൈവറാണ്. സ്വന്തമായ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയൊക്കെ നാട്ടുകാരിപ്പം അടിച്ചു തകർത്തിട്ടുണ്ട്. എന്തായാലും മറ്റു 2 മരണങ്ങൾ കൂടി അഷ്കറിന് പങ്കുണ്ടോ എന്നും അന്വേഷണം തുടരും. മരിച്ച കുട്ടിയുടെ അമ്മ അഖില ജോലി ചെയ്തിരുന്ന ഡാൻസ് സ്കൂളിലെ സഹപ്രവർത്തകയായ ചിറയൻകീഴ് സ്വദേശിയുടെ ദുരൂഹ മരണം, അഖിലയുടെ ഭർത്താവ് അഖിലിന്റെ ആത്മഹത്യ എന്നിവിടെ സാഹചര്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ആദ്യ ഭാര്യയെ അഷ്കർ ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണവും പരിശോധിക്കുന്നതിലേക്ക്
ഉണ്ട്. അഷ്കറിന്റെ മർദ്ദനത്തെ തുടർന്ന് മകൾ കോമാവസ്ഥയിലായെന്നും 2 വർഷത്തോളമായി ചികിത്സയിലാണെന്നും ആദ്യ ഭാര്യ ആമിനയുടെ അമ്മ വെളിപ്പെടുത്തി. അഖിലയും അഷ്കറും ഒരുമിച്ച് താമസം തുടങ്ങുന്ന അതിനുശേഷമാണ് ചിറയൻകീഴ് സ്വദേശിനി മരിച്ചത്. അഷ്കർ വിവാഹ വാഗ്ദാനം നൽകി അതിൽ നിന്ന് പിന്മാറി. അതാണ് മരണത്തിന് കാരണമായതെന്നാണ് സൂചനകൾ കാണിക്കുന്നത്. അഖില 3 മാസം ഗർഭിണിയായിരിക്കെയാണ് ആദ്യ ഭർത്താവ് അഖിൽ ജീവനൊടുക്കിയത്. അഖിലും അഷ്കറും തമ്മിൽ പരിചയമുണ്ടായിരുന്നുവെന്നും ഇരുവരും ഡാൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. അഖിലയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മകന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് അഖിലിന്റെ കുടുംബത്തിന്റെ ആരോപണം. അതിനിടെയാണ് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അർഷദ് അമ്മ അഖിലയുടെ സാന്നിധ്യത്തിൽ നിരവധി തവണ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കേസിലെ മുഖ്യപ്രതി അഷ്കർ കുട്ടിയെ വടികൊണ്ടും കൈകൊണ്ടും നിരന്തരം മർദ്ദിക്കുന്നത് പലവട്ടം കണ്ടിരുന്നുവെന്ന് അഖില മൊഴി നൽകി. കുഞ്ഞിനെ മർദ്ദിക്കുന്നത് തടയാനോ വിവരം പുറത്തറിയിക്കാനോ അഖില, അതായത് അമ്മ, ശ്രദ്ധിച്ചില്ലെന്നും സംഭവങ്ങൾ ഒളിച്ചു വെച്ചുവെന്നും പോലീസ് പറയുന്നു. എന്നാൽ അർഷദ് മരിച്ച ദിവസം അഖില വീട്ടിലുണ്ടായിരുന്നില്ല, ഡാൻസ് ക്ലാസ്സിലായിരുന്നു. ഡാൻസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ തമിഴ്നാട്ടിലായിരുന്നു. അഷ്കർ കുഞ്ഞിനെ മർദ്ദിക്കുന്ന വിവരം അറിയുമായിരുന്നു. എന്നിട്ടും അഖില എന്തുകൊണ്ട് കുട്ടിയെ ഇയാളുടെ സംരക്ഷണയിൽ വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘം അതിനിടെ ആമിനയുടെ സഹോദരൻ മുഹമ്മദിന്റെ മരണത്തിലും അഷ്കറിന് പങ്കുള്ളതായി സംശയിക്കുന്നതായി ആമിനയുടെ പിതാവ് ഷെരീഫ് പറഞ്ഞു. മുങ്ങി മരിച്ച നിലയിൽ മുഹമ്മദിനെ 2 വർഷം മുമ്പ് കണ്ടെത്തുകയായിരുന്നു. മരിക്കുമ്പോൾ മുഹമ്മദിന് 15 വയസ്സായിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന് ആമിനയുടെ കുടുംബത്തെ ഇന്നലെ സന്ദർശിച്ച മന്ത്രി ബിന്ദു കൃഷ്ണയോട് ഷെരീഫ് ആവശ്യപ്പെട്ടു. നീന്താൻ അറിയാവുന്ന മുഹമ്മദ് മുങ്ങി മരിക്കാൻ സാധ്യതയില്ലെന്നും മുഹമ്മദിനെയും തന്നെയും കൊലപ്പെടുത്തുമെന്ന് അഷ്കർ ഭീഷണി മുഴക്കിയിരുന്നതായും ഷെരീഫ് പറഞ്ഞു. സ്കൂളിൽ ചെന്നുപോലും മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പറയുന്നു. ആമിനയുടെ അമ്മയെ ആശുപത്രിയിൽ ചെന്നുപോലും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഈ അഷ്കർ തന്നെയാണ് ചെയ്തത്. അത് സെക്യൂരിറ്റി ഗാർഡുകൾ ഇടപെട്ടാണ് അഷ്കറിനെ പിന്തിരിപ്പിച്ചതെന്നും ഷെരീഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 10 സെന്റ് മാത്രമുള്ള വസ്തു എഴുതി വാങ്ങാനായിരുന്നു അഷ്കറിന്റെ ശ്രമം. അഷ്കറിനെതിരെ 6 മാസം മുൻപ് നൽകിയ പരാതിയിൽ പോലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഷെരീഫ് പറയുന്നു. എന്തായാലും 1.5 വയസ്സുള്ള ആ പിഞ്ചുബാലൻ സഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ പീഡനം അനുഭവിച്ചാണ് മരണമടഞ്ഞത്. ഈ മരണത്തിന് ഉത്തരവാദിയായ ഈ അഷ്കർ എന്ന കൊലപാതകിയെ മറ്റുള്ളവരുടെ കൊലപാതകങ്ങളും തെളിയിച്ച ശേഷം ഇയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുതന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. കാരണം 1.5 വയസ്സുള്ള കുട്ടിയെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദിച്ചത് മാത്രമല്ല, മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. 2 കൈകളും ഒടിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു മാതാവ് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ളത് ആണ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു മാതാവും ഒരു കുട്ടിയെയും മർദ്ദിക്കുന്നത്, മറ്റൊരാൾ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയില്ല, തീർച്ചയായും. കാരണം നമുക്കെല്ലാം അറിയാം, അമ്മ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശിക്ഷ തന്നെ അയാൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ നികുതിപ്പണം കൊണ്ട് അയാളെ തീറ്റിപ്പറ്റാൻ ഒരു അവസരം ഉണ്ടാക്കരുത് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം.